ഈ കാണുന്നതാണ് ഇന്ത്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് ക്രൂയിസ് ലൈനായ കോഡേലിയ ക്രൂയിസസിന്റെ എംബ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ലക്ഷറി ക്രൂയിസ് ഷിപ്പ്. ഈ ലക്ഷറി ഷിപ്പിൽ 5 സ്റ്റാർ കാറ്റഗറികളുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ് പാസഞ്ചേഴ്സിന് വേണ്ടി ഈ ക്രൂയിസിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഷിപ്പിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഈ ഷിപ്പിൽ ഞങ്ങൾ ലക്ഷദ്വീപിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനലായ സാഗരിക ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനലിലാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ക്രൂയിസ് ടെർമിനലിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ്. ബാക്കിൽ നോക്കിയാൽ അറിയാം നമ്മുടെ ഷിപ്പ് ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 12 മണി മുതൽ 3:30 വരെയാണ് ഷിപ്പിലേക്ക് ബോർഡ് ചെയ്യാനുള്ള ഒരു ടൈം നിൽക്കുന്നത്. ഇപ്പോൾ സമയം 11:15 നമ്മൾ കുറച്ച് നേരത്തെയാണ് എത്തിയിരിക്കുന്നത്. നമുക്കിപ്പോൾ നോക്കിയാൽ കാണാം ഷിപ്പ് ഓൾറെഡി എത്തിയേക്കണം. ആ മോളിൽ കാണുന്ന ഒരു ചെറിയൊരു ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഷിപ്പ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ കോഡേലിയ ക്രൂയിസിലേക്ക് കയറുന്നത് മുതൽ, അതായത് ബോർഡിംഗ് പ്രോസസ്സ് മുതൽ അതിലെത്തിക്കഴിഞ്ഞിട്ടുള്ള അതിലെന്തൊക്കെ സംവിധാനങ്ങളുണ്ട്, റൂമിൻ്റെ ഫെസിലിറ്റി എങ്ങനെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ബോർഡിങ്ങിന് വേണ്ടി നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ ബോർഡിംഗ് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ടെർമിനലിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മുടെ ബാക്കിൽ ഈ കാണുന്ന ഷിപ്പാണ് കോഡേലിയ. അപ്പോൾ ബോർഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ക്യാമറ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാലാണ് ബോർഡിംഗ് പ്രൊസീജിയേഴ്സ് ഒന്നും അധികം കണ്ടിരുന്നത്. ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മുടെ കയ്യിലുള്ള പാസും അതേപോലെ ആധാർ കാർഡും കാണിച്ച് നമ്മൾ അകത്തേക്ക് കയറാം. പിന്നെ നമ്മുടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മളെ കയറ്റി വിടും. പിന്നിപ്പോൾ അതിനുശേഷം നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അങ്ങനെ ഒരു ഇതേപോലെ ഒരു ഇതേക്കണ്ട ചെറിയൊരു വണ്ടി, ഇങ്ങനെ ചെറിയൊരു വെഹിക്കിൾ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ കയറി വേണമെങ്കിൽ പോകാം. നടന്നു പോകണം എന്നുള്ളവർക്ക് അങ്ങനെയും പോവാം. അങ്ങനെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ റൂമിലെത്തി ലഗേജൊക്കെ ഒന്ന് സെറ്റപ്പാക്കി അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂമിൽ കടൽ ഭംഗി ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മനോഹരമായൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കടൽ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ 3 കമ്പാർട്ട്മെൻറ്റ് ഉള്ളൊരു ഷെൽഫ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഷെൽഫും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമുക്ക് നമ്മളുടെ ലഗേജുകൾ കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷെൽഫ് തന്നെയാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യുബിൾ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് നമുക്കൊരു സേഫും തന്നിട്ടുണ്ട്. സേഫിൽ വെച്ചിട്ട് നമുക്ക് പോവാം. പിന്നെ അതേപോലെ സേഫ്റ്റി ജാക്കറ്റ്, ഒരു ഷെൽഫിൽ സേഫ്റ്റി ജാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് ബാത്റൂമാണ്. ഇതാണ് ബാത്റൂമും അതിനും സ്പേസ് കുറവാണ്. ഒരു ഷിപ്പിൽ നമുക്ക് കിട്ടാവുന്ന സൗകര്യങ്ങൾക്കൊരു പരിധി ഉണ്ടല്ലോ. ആ ഒരു പരിധി വെച്ചിട്ട് ഇതിൽ ഈ ബാത്റൂമിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ വെച്ചുമ്പോൾ നമുക്ക് സാറ്റിസ്ഫൈ ഇതാവും. അപ്പോൾ ഇതാണ് ബാത്റൂം. അതേപോലെ തന്നെ ഷവറിങ്ങിനുള്ള ഏരിയ, ടവലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ ജെറ്റ് സ്പ്രേ അവൈലബിൾ ആണ്. പിന്നെ നമുക്കൊരു ഇവിടെ ഒരു ടെലിഫോൺ ഉണ്ട്. അതേപോലെ തന്നെ സൈഡിലൊരു ഹെയർ ഡ്രയർ, പിന്നെ ചാർജിങ് പോർട്ട്,
അവൈലബിൾ ആണ്. നോർമലി നമ്മൾ ക്രൂയിസ് ബുക്ക് ചെയ്യുമ്പോൾ മെയിനായിട്ട് റൂം കാറ്റഗറി ഉള്ളത് ഒന്ന് ഇൻറ്റീരിയർ, ഒന്ന് ഓഷ്യൻ വ്യൂ, ഒന്ന് സ്യൂട്ട് റൂം. ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്ന പോലെ അതിൽ സേവ് ആയിട്ടുള്ളൊരു വിൻഡോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നോർമൽ ഒരു 5 സ്റ്റാർ കാറ്റഗറിയിലുള്ള റൂം പോലെ ആയിരിക്കും. ഓഷ്യൻ വ്യൂ ആകുമ്പോൾ സീ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വിൻഡോ അവൈലബിൾ ആയിരിക്കും. സ്യൂട്ട് റൂം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അപ്ഗ്രേഡഡ് ആയിട്ടുള്ളൊരു കാറ്റഗറിയാണ്. ലക്ഷറി കാറ്റഗറി ആയിരിക്കും. അതിൽ ബാൽക്കണി അതേപോലെ തന്നെ അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ടാവും. ക്രൂയിസ് ബുക്ക് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിൽ കരുതുക. അങ്ങനെ ലഗേജൊക്കെ നമ്മൾ റൂമിൽ സെറ്റാക്കിയിട്ട് നമ്മൾ ടോപ്പ് ഡെക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെക്ക് നമ്പർ 10. 5:30 നമ്മുടെ ക്രൂയിസ് ഡിപ്പാർട്ട് ചെയ്യും. അപ്പോൾ അത് മുകളിൽ നിന്ന് കാണാനായിട്ട് ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഡെക്ക് നമ്പർ 10. ശരിക്കും നമ്മൾ ഈ ഒരു ക്രൂയിസിലോട്ട് കയറുമ്പോൾ നമുക്കൊരു 5 സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ ഒരു മോളിലൊക്കെ കയറുന്ന ഒരു ഫീലിംഗ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവലിലുള്ള ഹോസ്പിറ്റാലിറ്റിയും അതുപോലെ തന്നെ ഫെസിലിറ്റികളൊക്കെ ഈ ഷിപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പ് ഡെക്കിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂൾ, അതേപോലെ ബിവറേജ് ഫെസിലിറ്റി, അതായത് ആൽക്കഹോളിക് വേണ്ടവർക്ക് അങ്ങനെ, നോൺ ആൽക്കഹോളിക് വേണ്ടവർക്ക് അത് പ്രിഫർ ചെയ്യാം. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റിയിലും ഒരു പ്രീമിയം ഫീലിൽ ഈ ഷിപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ താഴത്തോട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബോർഡ് ചെയ്ത ടെർമിനൽ നമുക്ക് കാണാൻ പറ്റും. 5:30 നമ്മുടെ ഷിപ്പ് ഡിപ്പാർട്ട് ചെയ്യും. ക്രൂയിസ് പുറപ്പെടുമ്പോൾ തന്നെ ഇതുപോലെയുള്ള ജോക്കേഴ്സിൻ്റെ വേഷം കെട്ടിയിട്ട് കുറച്ചുള്ള ആൾക്കാർ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ഓരോരുത്തരെ വിളിച്ച് അവരെ കൂടെ ഡാൻസ് ചെയ്യാനൊക്കെ ആയിട്ട് ക്ഷണിക്കും. ഇതെന്തിനാണ് നടത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൂയിസ് പുറപ്പെടുമ്പോൾ നമുക്ക് ഹെഡ് ഏക്കോ വോമിറ്റിങ്ങോ ഒക്കെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതിലൂടെ അത് ഒഴിവാക്കാനുള്ള ഒരു മാർഗം കൂടിയായിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യണത്. ഈ ക്രൂയിസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്രൂയിസ് നിർമ്മിക്കപ്പെട്ടത് 1990-ലാണ്. റോയൽ കരീബിയൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇത് ക്രൂയിസ് ഡെവലപ്പ് ചെയ്തത്. അതിനുശേഷം ഇന്ത്യൻ കമ്പനിയായ കോഡേലിയ ക്രൂയിസസ് 2020 ഇത് ഏറ്റെടുക്കുകയുണ്ടായത്. ഇതിൽ ഈ ക്രൂയിസിൽ ഓൾമോസ്റ്റ് ഒരു 796 റൂംസ് ഉണ്ട്. ലക്ഷറി കാറ്റഗറിയിലുള്ള റൂംസാണ്. അതിൽ ടോട്ടൽ ഒരു 2000-ഓളം പാസഞ്ചേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഒരു ക്രൂയിസിനുണ്ട്. അങ്ങനെ നമ്മൾ ക്രൂയിസ് ബോർഡ് ചെയ്തതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലോട്ടൊന്ന് ഓൾമോസ്റ്റ് ഒരു 7 മണിയൊക്കെ സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഒരു ചെറിയൊരു സെലിബ്രേറ്റിനെ കണ്ട് അവരായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മുകളിലോട്ട് തന്നെ ടോപ്പ് ഡെക്കിലോട്ട് തന്നെ പോയി. അവിടെ നമ്മൾ താഴോട്ട് ഭക്ഷണം കഴിക്കാൻ വന്നിരുന്ന സമയത്ത് തുടങ്ങിയ ഡാൻസ് പ്രോഗ്രാംസ് ഒന്നും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യായിരുന്നു.